Hello everyone. നമ്മൾ അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 2 തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് നമ്മളത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചായിരുന്നു. അതായത് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദി പ്രിപ്പറേഷൻ ആൻഡ് ദി പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞിരുന്നു, അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സലി യൂസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അതിന് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെയാണ് ഗ്യാപ്പിൽ പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മളൊരു 6 കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചു. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ബാക്കി 7 കോൺസെപ്റ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരിയഡ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് വരെ നമ്മൾ പഠിച്ചു. ഇനി റവന്യൂ റെക്കഗ്നീഷൻ, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോസർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. The concept of revenue recognition requires that the revenue for a business transaction should be included in the accounting records only when it is realized. അതായത് നമ്മളൊരു റവന്യൂ ബിസിനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിയലൈസ് ചെയ്താൽ മാത്രമേ നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എന്താണ് ഒരു റവന്യൂ എന്ന് പറഞ്ഞാൽ? റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ റവന്യൂ എന്ന് പറയും. അത് എപ്പോഴാണ് റിയലൈസ് ആവുന്നത്? നമുക്കതിനെ ലീഗലി നമുക്കതിനെ റൈറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ റിയലൈസ് ആയി. ഇപ്പോൾ നമ്മളൊരു സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ പ്രോഡക്റ്റോ അല്ലെങ്കിൽ നമ്മളുടെ സർവീസോ നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് നമുക്ക് വാങ്ങിക്കാം. അതിന് ലീഗലി നമുക്ക് റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ലീഗൽ ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മളത് റിയലൈസ് ചെയ്തു എന്നുള്ളത്. ഇപ്പം ബില്ലോ ഇൻവോയ്സോ ഒക്കെ ഉണ്ടാവും. അതിന് എവിഡൻസ് ആയിട്ട് നമ്മളുടെ കയ്യിൽ വൗച്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? നമുക്ക് ലീഗലി നമുക്കതിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് സെയിൽ നടത്തി തരാനുള്ളവരെ ഡെറ്റേഴ്സിനെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതാണ് റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റിൽ. നമുക്കത് റിയലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യാം. അതാണ് റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇത്തിരി പണിയുള്ളൊരു കോൺസെപ്റ്റാണ്, പക്ഷേ ഈസിയാണ്. ശരിക്കും മനസ്സിലാക്കിയാൽ ഈസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഇതിൽ പറയുന്നത്, മാച്ചിങ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് expenses incurred in an accounting period should be matched with revenues during that period. It follows from this that the revenue and expenses incurred to earn these revenues must belong to the same accounting period. Same accounting periodil ആയിരിക്കണം. നമുക്കിപ്പോൾ ഒരു റവന്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അത് സെയിം അക്കൗണ്ടിങ് പീരിയഡിലായിരിക്കണം. ഇപ്പോൾ 2019 നമ്മൾക്കൊരു പേർച്ചേസും സെയിൽസും നടന്നു കഴിഞ്ഞാൽ ആ സെയിൽസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നമുക്ക് ആ വർഷം നടത്തിയ പേർച്ചേസിൽ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അത് നമുക്കൊരു എക്സാമ്പിളിൽ നോക്കാം. അപ്പോൾ നമുക്ക് മാച്ചിങ് കോൺസെപ്റ്റ് ഒരു എക്സാമ്പിൾ വഴി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ബിസിനസ്സായിട്ടാണോ ഡീൽ ചെയ്യുന്നത്, ആ ഡീൽ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ഒരു പർച്ചേസിങ് നടത്തി. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തത് നമ്മൾ 1 lakh റുപ്പീസിനാണെന്ന് വിചാരിക്കുക. 1 lakh റുപ്പീസിന് നമ്മൾ പർച്ചേസിങ് നടത്തി. പിന്നെ നമ്മൾക്ക് സെയിൽ നടത്തിയത് നമ്മൾ പകുതി സാധനം നമ്മൾ വിറ്റത്. അതായത് നമ്മളിപ്പോൾ 1 lakh റുപ്പീസിൻ്റെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. അതിൽ 50,000 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ്സ്, 50,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നത്. അതായത് പകുതി സാധനം നമ്മൾ വിറ്റു, ബാക്കി പകുതി നമ്മൾ വിറ്റിട്ടില്ല. പകുതി സാധനം നമ്മൾ വിൽക്കുന്നു. പകുതി സാധനം നമ്മൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 75,000 റുപ്പീസിന് നമ്മൾ വിറ്റു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1 lakh റുപ്പീസിൻ്റെ പർച്ചേസിങ് നടത്തിയിട്ട് നമുക്ക് ആ ഒരു വർഷം കിട്ടുന്നത് 75,000 റുപ്പീസാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലോസാണ്. 1 ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസ് വന്നു,
നമുക്ക് ആകെ വന്നത് 75,000 രൂപ റവന്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ റവന്യൂ നമുക്ക് കുറവും ചിലവ് നമുക്ക് കൂടുതലുമാണ്. എന്നാൽ നമുക്ക് ചിലവെന്ന് പറയുന്നത് ഈ 1 lakh rupees ഫുള്ളും നമ്മൾ ആ വർഷം ചിലവഴിച്ചിട്ടില്ല. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നമുക്ക് 50,000 രൂപയുടെ പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ വിറ്റിട്ടുള്ളൂ. ബാക്കി 50,000 രൂപയുടെ പ്രോഡക്റ്റ് അവിടെ ഉണ്ട്, അത് നമ്മൾ ആ വർഷം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വർഷം ഉപയോഗിക്കാത്തതായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സ്റ്റോക്ക് ബാലൻസ് ആയിട്ടുള്ള സ്റ്റോക്കിനെ നമ്മൾ കാണിക്കും. അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഒരു വർഷാവസാനം ഉണ്ടാകുന്ന സ്റ്റോക്ക്. അത് നമുക്ക് 50,000 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ്, അതായത് പകുതി പ്രോഡക്റ്റ് നമ്മൾ വിറ്റു, പകുതി പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റോക്കായിട്ട് 50,000 രൂപ ഉണ്ട്, 50,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ വിറ്റു 75,000 രൂപയ്ക്ക്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മളിപ്പം ഒരു അക്കൗണ്ട്സിൽ കാണിക്കുമ്പോൾ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 1 lakh എന്ന് കാണിക്കും, സെയിൽ എന്ന് പറഞ്ഞിട്ട് 75,000 എന്ന് കാണിക്കും. ഇത്രേ കാണിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ലോസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. എന്നാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവാം? 75,000 സെയിൽ നടത്തി, ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് 50,000 ഉണ്ട്, നമ്മൾ പർച്ചേസ് നടത്തിയത് 1 lakh ആണ്. അങ്ങനെയെങ്കിൽ 25,000 നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും അല്ലേ? 1 lakh മൈനസ് 75 നമുക്ക് ലോസ് ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലോസ് ആയിട്ട് തോന്നും, പക്ഷേ ആക്ച്വൽ എഫക്റ്റ് എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു വർഷത്തിൽ നമുക്ക് നടന്നിട്ടുള്ള റവന്യൂ, നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ ആണ് ഈ 75,000. ഈ റവന്യൂ നമുക്ക് ആ വർഷത്തിൽ നടന്നിട്ടുള്ള എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ 75,000ഉം ഈ 50,000 റുപ്പീസാണ് നമുക്ക് ആ വർഷത്തിൽ നടന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ബാക്കി എക്സ്പെൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എടുക്കും, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. നമ്മൾ ആ വർഷം 1 lakh ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വർഷത്തെ ചിലവ് 50,000 റുപ്പീസിൻ്റെതാണ്. ബാക്കി 50,000 നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ വർഷത്തിൽ നടന്നിട്ടുള്ള റവന്യൂ ആ വർഷത്തിലുള്ള എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റണം. ഇതാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ വരുന്നത് ഫുൾ ഡിസ്ക്ലോസർ കോൺസെപ്റ്റ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫുള്ളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് നമുക്ക് പറ്റുന്ന എല്ലാ ഫാക്ട്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൽ ഫുഡ് നോട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം. അതായത് യൂസേഴ്സിന് നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേർണൽ യൂസേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അങ്ങനെ വേണം നമ്മളതിനെ ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാൻ. അവർക്ക് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാനൊക്കെ നമ്മൾ ഫുൾ ഡിസ്ക്ലോസർ കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. The principle of full disclosure requires that all material and relevant facts concerning financial performance of an enterprise must be fully and completely disclosed in the financial statements and their accompanying footnotes. This is to enable the users to make correct assessment about the profitability and financial soundness of the enterprise and help them to take informed decisions. ഫുള്ളി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഡെസിഷൻസ് അവർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇതാണ് ഫുൾ ഡിസ്ക്ലോസർ കോൺസെപ്റ്റിൽ പറയുന്നത്, നമ്മൾ ഫുൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത്. പിന്നെ വരുന്നത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിൽ നമ്മൾ കമ്പയറബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിരുന്നു. അതായത് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മൾ ഒരു വർഷത്തിൽ തന്നെ ഒരു കമ്പനിയിലെ തന്നെ ഡിഫറെൻറ്റ് ഇയറിലായിട്ടുള്ള ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഒരു കമ്പനിയിലെ തന്നെ ഡിഫറെൻറ്റ് ഇയേഴ്സിലായിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിയും മറ്റു കമ്പനിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് ലോസ് പല കാര്യങ്ങളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ഒരു കാര്യം ചെയ്തിരിക്കണം, അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ്
അവർ ഈ വർഷം ഉപയോഗിച്ചത് തന്നെ നെക്സ്റ്റ് ഇയറിലും ഉപയോഗിക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ വർഷം ഉപയോഗിച്ച മെത്തേഡ് തന്നെ നെക്സ്റ്റ് ഇയറിലും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. അതാണ് കൺസിസ്റ്റൻസി. ഈ വർഷം ഉപയോഗിച്ചത് നെക്സ്റ്റ് ഇയറിലും ഉപയോഗിക്കുക. വെറുതെ നമ്മൾ അക്കൗണ്ടിങ് പോളിസിയിൽ മാറ്റം വരുത്താതിരിക്കുക. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ആയാലും സ്റ്റോക്കിലായാലും ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെത്തേഡ്സ് മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ വാല്യൂയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ വർഷത്തിലുള്ള പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തിലുള്ള പ്രോഫിറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും അത് ഈ മെത്തേഡ്സിൽ വരുന്ന മാറ്റം കൊണ്ട് ചിലപ്പം കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാതിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പോളിസി നമ്മളുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ പീരിയഡിൽ നമ്മളത് മാറ്റാതിരിക്കുക. ഇപ്പോൾ നമുക്ക് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ നമുക്കതിനെ മാറ്റാം. അത് എങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റേ മെത്തേഡിലായിരിക്കാം കുറച്ചും കൂടിയും ട്രൂത്ത് ആയിട്ടുള്ള, കുറച്ചും കൂടിയും ഫെയർ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ ആ മെത്തേഡിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ വെറുതെ നമ്മൾ മെത്തേഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അത് നമ്മളിപ്പോൾ ഈ വർഷം ഉപയോഗിച്ച് തന്നെ നെക്സ്റ്റ് ഇയറിൽ ഉപയോഗിക്കുക. ഇൻ ഓർഡർ ടു അച്ചീവ് കമ്പാരബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എൻ എൻ്റർപ്രൈസ് ത്രൂ ടൈം, ദ അക്കൗണ്ടിംഗ് പോളിസീസ് ആർ ഫോളോഡ് കൺസിസ്റ്റൻ്റ്ലി ഫ്രം വൺ പീരിയഡ് ടു അനദർ. എ ചേഞ്ച് ഇൻ ആൻ അക്കൗണ്ടിംഗ് പോളിസി മെയ്ഡ് ഓൺലി ഇൻ certain exceptional circumstances. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റിൽ ചുരുക്കിയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്നത് കൺസർവേറ്റിസം സ്റ്റേറ്റ്സ് ദാറ്റ് ദി അക്കൗണ്ടന്റ് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഇൻകം ആൻഡ് ഷുഡ് പ്രൊവൈഡ് all possible losses. When there are many alternative value of an asset, an accountant should choose the method which leads to the lesser value, cost or market price, whichever is lower. കൺസർവേറ്റിസത്തിൽ പറയുന്നത് നമ്മൾ ലാഭം മാത്രം കണ്ടുകൊണ്ട് ഒരിക്കലും റെക്കോർഡ് ചെയ്യരുത്. അക്കൗണ്ടൻ്റ് ഒരിക്കലും നമ്മൾ ഇൻകത്തിനെ നമ്മൾ കൂടുതൽ ഇതാക്കിക്കൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യരുത്. നമ്മൾ ലോസ് വേണം മുന്നിൽ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തൊക്കെ ലോസ് നമുക്ക് വരാൻ പറ്റുമോ അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അസറ്റ് നമുക്ക് വാല്യൂ ചെയ്യുമ്പോൾ പല വാല്യൂസ് നമുക്കുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു അസറ്റിന് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച വാല്യൂ, ഇപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ വാങ്ങിച്ച വാല്യൂ 50,000 ആണ്, ഇപ്പോഴത്തെ വാല്യൂ 75,000 ആണെങ്കിൽ നമ്മൾ 50,000 തന്നെ കാണിക്കും. എന്നാൽ നമ്മൾ വാങ്ങിച്ച വാല്യൂ 50,000 ഇപ്പോഴത്തെ വാല്യൂ 25,000 ആണെങ്കിൽ നമ്മൾ 25,000 റുപ്പീസിനെ കാണിക്കേണ്ടി വരും. ഏതാണോ ഏറ്റവും കുറവ് അതിനെ കാണിക്കുക എന്നുള്ളതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ പറയുന്നത്. കാരണം നമ്മൾ ലോസ് കൂടെ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. നമ്മൾ ലോസ് ആയിരിക്കണം ആദ്യം മുന്നിൽ കാണേണ്ടത്. ഇൻകത്തിന് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് അക്കൗണ്ടിങ്ങിനെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ റണ്ണിങ്ങിനെ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം. കോസ്റ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, അതാണ് നമ്മളുടെ ഈ ഒരു തിയറി വന്നത് തന്നെ ഈ കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ നിന്നാണ്. ഓക്കെ, ഇനി വരുന്നത് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റിൻ്റെ ഒരു എക്സെപ്ഷണൽ കേസാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റെലവൻ്റ് ആണ് എന്ന് തോന്നുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇറലവൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റേഷനറി ഐറ്റംസിൽ ഒക്കെ സ്റ്റോക്കൊക്കെ ബാക്കി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇറേസേഴ്സ്, പെൻസിൽസ്, പെന്ന്, ഇതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇതൊക്കെ അക്കൗണ്ടൻറ്റിൻ്റെ പണി കൂട്ടും. എന്നാൽ ഇത് ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത്ര റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ മെറ്റീരിയൽ ട്രാൻസാക്ഷൻസും എല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഫുൾ ഡിസ്ക്ലോഷറിൽ എക്സെപ്ഷണലായിട്ട് വരുന്നതാണിത് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഓൾ ദി ഐറ്റംസ് ഹാവിങ് സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് എഫക്റ്റ് ഓൺ ദി ബിസിനസ് of the enterprise should be disclosed in the financial statements
and any insignificant item which will only increase the work of the accountant but will not be relevant to the users should not be disclosed in the financial statements. ഓക്കെ, അപ്പം നമ്മൾ ബിസിനസ്സിന് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഇല്ല എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. അതായത് ചെറിയ ചെറിയ എമൗണ്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. The concept of objectivity requires that accounting transactions should be recorded in an objective manner, free from bias of accountants and others. നമ്മൾ ഒരു അക്കൗണ്ടൻ്റ് എപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ബയാസ്ഡ് ആവാതിരിക്കുക, അതായത് ചീറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വൗച്ചേഴ്സൊക്കെ. അതായത് എവിഡൻസ് ഉണ്ടല്ലോ, നമ്മളൊരു സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ, അതായത് ഇൻവോയ്സ്, ബില്ലൊക്കെ ഉള്ളത് കാരണം അതിന് നമുക്ക് തെളിവുകളുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് 13 കോൺസെപ്റ്റ്സ് ആണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോസർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 6 എണ്ണം പഠിച്ചു. ഈ പാർട്ടിൽ നമ്മൾ 7 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.